ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ മെഴുക്കുവരട്ടി. ഈ ചിക്കൻ്റെ റെസിപ്പിയിൽ നമ്മൾ മസാലകളായിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ചിക്കൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഇത് ഉണ്ടാക്കി ഉടനെ എടുക്കുന്നതിന് പകരം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറി നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള കറി ആട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ 2 കിലോ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുറിക്കാൻ നമുക്ക് എളുപ്പം. ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ കുഞ്ഞു പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ടാണ് വാഷ് ചെയ്തേക്കുന്നത്. ഇനി ഇത് എത്രയുണ്ടെന്ന് കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ 250 ml ഒരു കപ്പാട്ടോ. അപ്പോൾ ഒരു കപ്പ് ഫുൾ ഉണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/4 കപ്പ് വെള്ളം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിലൊഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഫ്ലെയിം ലോ ആക്കുക. ലോ ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 25 ചെറിയ ഉള്ളി, തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തത്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ഇടികല്ലയിൽ വെച്ചിട്ടാട്ടോ ചതയ്ക്കുന്നത്. മിക്സിയിൽ വെച്ച് ചതയ്ക്കണ്ട കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഇത് കണക്കാണ്. ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളമുള്ളൂ. വളരെ കുറച്ചുള്ളൂ കേട്ടോ. അത് ഇരുന്നോട്ടെ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ചതയ്ക്കുമ്പോൾ ഒരുപാട് ചതഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക്. അത് എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ചധികം കറിവേപ്പില. അതൊന്നിങ്ങനെ പിച്ചിടാം. ഇനി ഇതെല്ലാം എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ ചിക്കൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് മുളക് പൊടി ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ആ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഇനി ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്ന ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. എത്രത്തോളം ഡ്രൈ ആക്കാവോ അത്രയും ഡ്രൈ ആക്കി എടുക്കുക. ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ.
ഇതിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇടുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തു അതിൻ്റെ അകത്തേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെയാട്ടോ. ഇത് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാട്ടോ. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ഇതുപോലെ കേട്ടോ. ചിക്കൻ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ സ്റ്റാർട്ടറായിട്ടും ഒക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ചിക്കനാട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.